ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ സാധാ ചെയ്യണ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വ്ളോഗും. അങ്ങനെ ഞാനിന്നത് 4 മണിക്ക് തന്നെ നീച്ചിട്ടുണ്ട്. നമ്മളെ കാക്കൂടെ കൂട്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാക്കുവിന് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ പൊതിഞ്ഞ് പാർസലാക്കി വെച്ചു. പിന്നെ ചായ കുടിച്ചിട്ടാണ് പോവുക കേട്ടോ. അധികം 2 കടിയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതും കറിയും ചായയൊക്കെ കൊടുത്തു. അതൊക്കെ കൊടുത്ത് കാക്കു പോയിൻ്റെ ശേഷമാണ് നിസ്കാരവും കാര്യമൊക്കെ. പിന്നെ 4 മണിക്ക് നിസ്കരിക്കാനും ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നേരം വെക്കുമോ എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഒരു 5:45 ആകുമ്പോൾ പോകും കേട്ടോ. പോയിൻ്റെ ശേഷമാണ് നിസ്കാരം. പിന്നെ നമ്മൾ തിക്കറയിലും അതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ. അപ്പോൾ സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂപ്പര് പോയിൻ്റെ ശേഷമാണൊക്കെ ചെയ്യുക. അങ്ങനെ ഞാൻ മാവ് കുട്ടിച്ചിരിക്കുന്നു തലേന്ന് തന്നെ. അപ്പോൾ ദോശയാണ് കടി ഉണ്ടാക്കിക്കണം. ചെറുപയർ ഇട്ട് കറിയും വെച്ചിക്കണം. സുട്ടൂന് മദ്രസിലൊക്കെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾക്കില്ല ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടോ. കറി പിന്നെ കാക്ക് പോകാനാകുമ്പോഴത്തേനും ഉണ്ടാക്കുമല്ലോ. പിന്നെ കടി ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയാണ് കൊടുക്കണം. ചൂടോടെ കഴിച്ചോട്ടെ വെച്ചിട്ട്. പിന്നെ മക്കളൊക്കെ സുട്ട് പോവുകയും ചെയ്തില്ലേ. ഒരു പോകുമ്പോഴത്തേനൊക്കെ ആക്കും പോലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചങ്ങനെ ഒക്കെ കഴിഞ്ഞു റെഡി. ഞാനൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അരി അടുപ്പത്ത് ഇടണം. അങ്ങനെ ഞാൻ വെള്ളം തിളച്ചിന് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴിക്കാണ്ട് അടുപ്പത്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. പിന്നെ സൺഡേ അല്ലേ, അപ്പോൾ ഒരുപാട് പണികളുണ്ട് കേട്ടോ ചെയ്യാൻ. എന്തൊക്കെ എടുക്കേണ്ടതെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. പിന്നെ കാക്കു പോയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട കേട്ടോ. വൈകുന്നേരമാണ് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടില്ല ചോറും കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പണികൾ വെച്ചാൽ ഇന്ന് ക്ലീനിങ്ങും കാര്യമുണ്ട്. പിന്നെ പുറത്ത് നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായി. നമുക്കെല്ലാം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിവാക്കിയിട്ടതിന് അവിടെ ചിപ്സ് നിരത്താത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ മത്തൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് മത്തൻ വള്ളി ആകെ പടർന്ന് പിടിച്ചിരിക്കണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ പുല്ലൊന്നും പറിക്കില്ല. അപ്പോൾ കുറച്ച് പുല്ലും കാര്യമൊക്കെ കൂടുതലിരിക്കണം. അപ്പോൾ കാക്കു ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാം കൂടി ഒരുമിച്ച് എടുക്കാൻ വിചാരിച്ച അങ്ങനെ എന്നാൽ പിന്നെ അത് കൈക്കോട്ടുണ്ട് കൊത്തി ആക്കുകയൊക്കെ വേണം. അപ്പോൾ അതിനൊന്നും നീക്കറ്റ കഴിയൂല. അപ്പോൾ കാക്കുവിനെ കാത്ത് ഇറങ്ങണമെന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ പിന്നെ അടിക്കുകയാണ്. അരി അടുപ്പത്തിട്ട് കട കഴിഞ്ഞിട്ട് വേണം ആ ഭാഗത്തേക്ക് നീങ്ങാൻ. അതൊക്കെ അറിയണേ. അവിടെ തന്നെ കുട്ടിക്ക അങ്ങോട്ട് തന്നെയാ. അവിടെ നിന്ന് ഇങ്ങോട്ട് വടിച്ചു കുട്ടില്ല. അവിടെ കുട്ടില്ല മുന്നിലൊന്നുമില്ല. അവിടെ നിന്നൊക്കെ ഞാൻ അടുത്ത് ഇവിടെ അങ്ങനെ എല്ലാം ഇങ്ങോട്ട് ഇട്ടിട്ട് ആ ചെരുപ്പൊക്കെ വേണ്ടാത്തൊക്കെ ഒന്നെടുത്ത് ചാക്ക് കെട്ടിക്കുന്നല്ല. അതുകൊണ്ട് എടുക്കാൻ ഒരപ്പുണ്ട്. ചാക്ക് എടുക്കാൻ ഒന്നുമില്ലൊരു കുഴപ്പമില്ല. അവിടെ കല്ല കുത്തി അങ്ങനെ മുറ്റടിക്കൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടതിന്. അപ്പോൾ അതൊക്കെ തിരുമ്പിയിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മുറ്റം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കവുങ്ങും തൈ കുഴിച്ചിട്ടാണ് നാളെ ഒരു 8-10 കുഴിച്ചിട്ടിരിക്കണം. അപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം നനക്കലുണ്ട്. അപ്പോൾ നമ്മളെ മത്തൻ വള്ളി കഴിക്കണ സ്ഥലമാണ് ഇട്ടത്. 2 മത്തനും ഉണ്ടായിക്കണ്. പിന്നെ കുറച്ചും കൂടി ഉണ്ടാകുന്നുണ്ട്. ചെറിയ മുട്ടുണ്ടായാണ്ട് കുഞ്ഞി അങ്ങനെ കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അത് കാരണം ഈ വള്ളിയൊന്നും പറിച്ച് ഒഴിവാക്കാൻ തോന്നണില്ല. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിച്ചങ്ങാണ്ട് ഞാൻ കുറച്ചൊക്കെ കൊത്തി കൈക്കോട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഭാഗം ശരിയാക്കിക്കണം. അപ്പോൾ തന്നെ വെയിലൊക്കെ വന്ന് ഇനി പിന്നെ കുറച്ച് എടുക്കാൻ വിചാരിച്ചങ്ങോട്ട് കുറച്ച് എടുത്ത് ബാക്കി നിർത്തി വെച്ചിരിക്കണം.
അങ്ങനെ മുറ്റത്തത്തെ പണി പകുതിയാക്കി വെച്ചിട്ട് ഞാൻ ഉള്ളിൽ കയറി കേട്ടോ. പിന്നെ ഉള്ളിലത്തെ പണി കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും റൂമത്തെ സോഫയും അതുപോലെ ജനൽ വാതിൽ അങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഫുള്ളായിട്ടൊന്നും കഴിയൂല, അപ്പം കുറേശ്ശെ എടുക്കാനേ കഴിയുള്ളൂ. അതെടുത്തതിന് ശേഷം പിന്നെ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ ബാക്കിയുള്ള പണികൾ സാധാ ചെയ്യണം, അതും എടുക്കല്ലേ. അപ്പം ഞാൻ കുറേശ്ശെ ഇങ്ങനെ എടുക്കുകയാണ്. അല്ല അങ്ങനെ ക്ലീനിങ്ങും കാര്യവും കുളിയും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് ആര് വെച്ചാൽ ചെറിയ ആങ്ങളെ കാക്കും നാത്തൂനും കുട്ടികളും ജ്യേഷ്ഠത്തിയും വന്നത്. ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ്, എനിക്ക് വന്നതാണ്, ഒന്ന് ലീവിൽ വന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് വന്ന് പോകാൻ വേണ്ടി വന്നതാണ്. അവിടെ മതിലുമ സാരി പറഞ്ഞെടുക്കും. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ തന്നെ ഒരു മോന് ഉറക്കം വന്നിട്ട് ഓന് കുറച്ച് നേരം ഉറങ്ങിയിട്ടോ. ഓന് ടൂർ പോയി വന്നതേന്. അങ്ങനെ ഓന് ഓൻ്റെ ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഓനെ വിളിച്ചുണർത്തി ഇങ്ങനെ പോവുകയാണ്. അവർക്ക് കുറച്ച് തിരക്കുണ്ട് കാരണം. അങ്ങനെ ഒരു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ, ഇതോടെ വൈൻഡപ്പ് ചെയ്യണം.